الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിസ്മരിച്ചു പോകാതിരിക്കാൻ, നിരന്തരം വിശ്വാസികളുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി വർഷാവർഷം ആവർത്തിച്ച് അനുസ്മരിപ്പിക്കപ്പെടുന്ന രണ്ട് ചരിത്രങ്ങളുണ്ട്. അതിലൊന്ന് ദുൽഹജ്ജ് മാസത്തിലെ ഇബ്രാഹിമി ചരിത്രമാണ്. രണ്ടാമത്തേത് മുഹറം മാസത്തിലെ പത്താം ദിനവുമായി, മുഹറം 10 ബന്ധപ്പെടുത്തിയുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിന് കീഴിൽ ബനൂ ഇസ്രായേൽ സമുദായം വിമോചിതരായ ചരിത്രമാണ്. ഈ രണ്ട് ചരിത്രവും സഹസ്രാബ്ദങ്ങളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അനുസ്മരണം നിന്നു പോകാൻ പാടില്ല എന്ന നിലക്ക്. ആദ്യത്തേത് 4500 വർഷങ്ങൾക്കപ്പുറത്ത് നടന്ന സംഭവമാണ്. ഇബ്രാഹിമി ചരിത്രം അന്നാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തേത് മുഹറം 10 നാം അനുസ്മരിക്കുന്ന ചരിത്രമാവട്ടെ 3500 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. 3500 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവം, അത് നിലവിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായം പച്ചയായിട്ട് സ്മരിക്കണം. ആ ബ്ലൂ പ്രിന്റ് അവർ ശരിക്കും പഠിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെ ശരിയായി അറിഞ്ഞിരിക്കണം. അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ ചരിത്രം സവിസ്തരം പ്രതിപാദിച്ചു. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. 136 തവണ 34 അധ്യായങ്ങളിലായിട്ട്. ഈ ചരിത്രമാവട്ടെ മൂസ ഫിറഔൻ ചരിത്രം, അക്കാലഘട്ടത്തിലെ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം, അത് കുറെ അധികം പേജുകൾ ചെലവഴിച്ചുകൊണ്ട് വിസ്തരിച്ചു. 50 മുതൽ 60 വരെ പേജുകൾ വ്യത്യസ്ത അധ്യായങ്ങളിലായിട്ട് ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ എത്രത്തോളം അതിന്റെ ഊന്നലുണ്ടെന്ന്, ആ വിഷയം എത്ര ഗൗരവത്തിൽ ഖുർആൻ പ്രതിപാദിക്കുന്നു എന്ന് മനസ്സിലാക്കി എത്രമേൽ സീരിയസ് ആയി ആ വിഷയം മുസ്ലിം സമൂഹം പഠിക്കേണ്ടതുണ്ട് എന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. വെറുക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഫിറഔൻ. വെറുക്കപ്പെട്ട ഭരണാധികാരികളുടെ എണ്ണപ്പെരുക്കമുള്ള കാലമാണ് നാം ജീവിക്കുന്ന കാലം.
അങ്ങനെ വെറുക്കപ്പെട്ട ആ ഭരണാധികാരിയുടെ പേര് അതൊരു പ്രതീകമാണ്. ഫിറഔൻ ഒരു സ്ഥാനപ്പേരാ, ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു രാജവംശത്തിന്റെ പേരാണ്. പക്ഷെ ഫിറഔൻ എന്ന പേര് ഖുർആൻ 74 തവണ 27 അധ്യായങ്ങളിലായിട്ട് പരാമർശിച്ചിരിക്കുന്നു. വെറുക്കപ്പെട്ട ഭരണാധികാരികൾ എത്രമേൽ നികൃഷ്ടരാണെന്നും അവിടെ ചെയ്തികൾ മനുഷ്യകുലത്തോട് എത്രമേൽ എതിരിട്ട് നിൽക്കുന്ന, മനുഷ്യകുലത്തിനെതിരായി നിൽക്കുന്ന, വേദവിരുദ്ധവും പ്രകൃതിക്ക് വിരുദ്ധവും പ്രവാചകന്മാരുടെ ഉത്ഭവങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ആ നാമത്തെയും അത്രയധികം തവണ ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഖുർആനിലെ ഒരു ആവർത്തനവും വൃഥാവിലല്ല. അതിലെ ഒരു പരാമർശത്തെയും വൃഥ ആയി മനസ്സിലാക്കാൻ പാടില്ല ഒരു വിശ്വാസം. അപ്പൊ ഇത്ര ഊന്നലോടുകൂടി മൂസായുടെ പേര് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ വെറുക്കപ്പെട്ട ഫാസിസ്റ്റ് നാസിസ്റ്റ് സ്വഭാവം എല്ലാം ഉൾച്ചേരുന്ന ഒരു ഭരണകൂടത്തിന്റെ, അധികാരവർഗത്തിന്റെ, അധികാരിയുടെ, ഭരണാധികാരിയുടെ പ്രതീകമായിട്ടുള്ള വ്യക്തിയെയും ഇത്രയും തവണ ആവർത്തിച്ചിരിക്കും. അങ്ങനെ ഈ ചരിത്രം ഇത്രയും കാലമായി തുടരുകയാണ്, ആ വിമോചനത്തിന്റെ ചരിത്രം. എന്നിട്ട് ആ ചരിത്രം നമ്മെ കൊണ്ട് വായിപ്പിക്കുകയാണ് ഖുർആൻ. അവിടെ കൊണ്ട് നിർത്തിയില്ല. ആ വിമോചനം നടന്ന മുഹറം 10 ദിനം അത്രമേൽ നാമുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ആ ദിനത്തിൽ നാം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പ് അനുഷ്ഠിച്ചു, സഹാബാക്കളോട് അനുഷ്ഠിക്കാൻ ഉത്ബോധിപ്പിച്ചു. സുന്നത്ത് നോമ്പാണ്, മുഅക്കദായ സുന്നത്തായ നോമ്പ്. മദീന റസൂലുള്ളാഹി എത്തിയപ്പോ യഹൂദരും അന്നേ ദിനം നോമ്പെടുക്കുന്നു. തിരുനബി ചോദിച്ചു, എന്താ ഇത്, ഇവര് ഇന്ന് വ്രതമെടുക്കാൻ കാരണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി മദീനയിൽ വന്നപ്പോൾ അൽ യഹൂദ തസൂമു യൗമ ആശൂറ, ആശൂറ ഇന്നേ ദിനം, മുഹറം 10 ദിനം, ആശൂറയിൽ യഹൂദർ നോമ്പെടുക്കുന്ന കാര്യം റസൂലുള്ളാഹി കണ്ടു. മാ ഹാദാ, ഇവർ നോമ്പെടുക്കാൻ ന്യായം എന്താണ്? റസൂൽ ചോദിച്ചു. ഖാലു, അപ്പൊ യഹൂദർ തന്നെ മറുപടി പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് ഏറെ ഉത്കൃഷ്ടമായ സവിശേഷമായ ഒരു ദിനമാണ്. അതാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ഈ ദിനത്തിന്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സമൂഹത്തെ അവരുടെ എതിരാളി ശത്രുവിൽ നിന്ന് നജ്ജ രക്ഷപ്പെടുത്തിയ ദിനമാണ്. ഫസാമഹു മൂസ, അങ്ങനെ വിമോചിപ്പിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മൂസ നബി അന്ന് നോമ്പെടുത്തു. ഫസാമഹു മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നോമ്പെടുത്തു. ഖാലപ്പ റസൂലുള്ളാഹി പറഞ്ഞു, ഫഅന അഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാളൊക്കെ മൂസയുടെ ഏറ്റവും അടുത്തവൻ ഞാനാണ് ആ പൈതൃകത്തിന്റെ നേരവകാശി. യഹൂദരായ നിങ്ങളല്ല, വിശ്വാസികളായ ഞങ്ങളാണ്. അതുകൊണ്ട് ഫസാമഹു, റസൂലുള്ളാഹി നോമ്പെടുത്തു മാത്രമല്ല, ഫഅമറ ബിസിയാമിഹി, നോമ്പെടുക്കാൻ എല്ലാവരും കൽപ്പിച്ചു എന്നല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഈ യഹൂദര് 10 നോമ്പെടുക്കുന്നത്, നിങ്ങൾ 10 മാത്രം നോമ്പെടുക്കൽ നിർത്തരുത്. ഖാലഫു അൽ യഹൂദ വൻ നസാറ, ഇസ്ലാമിന്റെ ഒരു തത്വമാണ് യഹൂദരോടും നസ്രാനോടും വിരുദ്ധമായി മാറുക. അവരുടെ അതേ രീതി അനുസ്മരിക്കുന്നതിന് പകരം, അനുധാവനത്തിന് പകരം കർമ്മശൈലി അവരുമായി ഭിന്നിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു തത്വമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, സൂമു യൗമൻ ഖബ്ലഹു അയൗമൻ ബഅദഹു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒന്നുകിൽ നിങ്ങൾ മുഹറം 10 തൊട്ടുമുള്ള ദിവസം നോമ്പെടുക്കണം, താസുവ മുഹറം 9, അതല്ലെങ്കിൽ അത് ശേഷമുള്ള മുഹറം 11, ഇങ്ങനെ 2 ദിവസമാക്കണം നോമ്പ്. വിശ്വാസികളെ നമ്മൾ പഠിക്കേണ്ട ന്യായമത, മുഹറം 9ഉം 10ഉം സവിശേഷമായ നോമ്പാണ്. അങ്ങനെ 9 പറ്റിയില്ലെങ്കിൽ 11 കൂടി ചേർത്ത് 2 ദിവസം നോമ്പെടുക്കുന്നത് ഇസ്ലാമിലെ പ്രവാചകന്റെ സുന്നത്താണ്. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു, സൂമു യൗമൻ ഖബ്ലഹു വയൗമൻ ബഅദഹു ഖാലഫു അൽ യഹൂദ്, മുഹറം 10 നോമ്പെടുക്കുന്ന യഹൂദരുമായി എതിരായിക്കൊണ്ട് ഭിന്നിച്ചുകൊണ്ട് നിങ്ങൾ അതിന്റെ തലേ ദിവസം മുഹറം 9 കൂടി നോമ്പെടുക്കാൻ, 9ഉം 10ഉം, അതല്ലെങ്കിൽ 11 നോമ്പെടുക്കുക, 10ഉം 11ഉം, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ നോമ്പെടുക്കേണ്ടത്. വക്കാല എന്ന റസൂലുള്ളാഹി ഇത്ര കൂടി പറഞ്ഞു, ലൈം ബഖീതു ഇലാ ഖാബിൽ, അടുത്ത വർഷം ഈയുള്ളവൻ ആയുസ്സോടെ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ലഅസൂമന്നൽ യൗമ താസിഅ, മുഹറം 9 കൂടി ഞാൻ നോമ്പെടുക്കാം. മുഹറം 9 നോമ്പെടുക്കുന്നതിന് റസൂലുള്ളാഹി പ്രിഫറൻസ് കൊടുത്തത് കൊണ്ട് താസുവ, ആശൂറ സുന്നത്ത് നോമ്പായിട്ട് നമ്മൾ പരിഗണിക്കണം. ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. എന്തിനാണ് ഇപ്പൊ ഈ നോമ്പിന്റെ ഫിഖ് പറഞ്ഞത്? ഇത് ഇസ്ലാമിലെ ഈ ചരിത്രം 3500 വർഷങ്ങൾക്ക് മുമ്പ്
ഒരു മർദ്ദക ഭരണകൂടത്തിന്റെ കരാളഹസ്തത്തിൽ നിന്ന് ഒരു മർദ്ദ ജനസമൂഹം വിമോചിക്കട്ടെ, അള്ളാഹുവിന്റെ പിന്തുണയാൽ വിമോചിതരായ ചരിത്രത്തിന്റെ സംഭവത്തെ ഖുർആൻ അതിന്റെ പേജുകൾ സവിസ്തര ഉപയോഗപ്പെടുത്തി വിശദീകരിച്ചതിന് പുറമെ ആ പ്രവാചകനെയും പ്രവാചകന്റെ എതിർപക്ഷത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ആ വെറുക്കപ്പെട്ട ഭരണാധികാരിയുടെ നാമത്തെയും ഇത്രയധികം തവണ ഖുർആൻ ആവർത്തിച്ചു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കെ അതിനെല്ലാം അപ്പുറത്ത് ആ ദിനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ അതിന്റെ നേരവകാശികൾ ആ ചരിത്രത്തെ നമ്മളുമായി ബന്ധപ്പെടുത്തി ഇന്ന് നമ്മൾ വ്രതാനുഷ്ഠാനത്തിലാണ്, സുന്നത്തായ വ്രതാനുഷ്ഠാനം. അപ്പൊ ഇത്രത്തോളം പ്രാധാന്യത്തോടെ ഈ വിഷയത്തെ എന്തുകൊണ്ട് ഇസ്ലാം കണ്ടു എന്ന ചോദ്യത്തിനാണ് ഇന്ന് നോമ്പെടുക്കുന്ന വിശ്വാസികൾ ഉത്തരം കണ്ടെത്തേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ ഈ സംഭവം, ഈ ചരിത്രം ഇത്രമേൽ നാമുമായി ബന്ധപ്പെടുത്തി ഖുർആനിലൂടെ, സംഭവത്തിലൂടെ, ഈ സുന്നത്ത് നോമ്പിലൂടെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അവകാശികളായി പറഞ്ഞു നടക്കുന്ന യഹൂദർന്ന് വ്യത്യസ്തമായി 2 ദിവസം ആ നോമ്പ് അനുഷ്ഠിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചരിത്ര പൈതൃകത്തെ നമ്മളുമായി ഇത്രയും ചേർത്ത് വെച്ചതിന്റെ പിന്നിലെ പ്രാധാന്യം എന്ത് എന്ന് നാം പഠിക്കണം. അതിന്റെ ന്യായത്തെ കുറിച്ചാണ് ഈ ദിനം നാം വിശകലനം ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് വഴി തെളിഞ്ഞു കിട്ടും. നിങ്ങൾ ഇത്തരം അവസ്ഥകളെ ന്യായമായും അഡ്രസ് ചെയ്യേണ്ടി വരും എന്നാണ്. ഇന്ന് ഇന്ത്യൻ മുസൽമാന്മാർ ഈ അവസ്ഥയെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യൻ മുസൽമാന്മാരുടെ മുമ്പിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ രൂപരേഖ ഖുർആനിലുണ്ട്. അത് 3500 വർഷം മുമ്പ് സംഭവിച്ച ഈ ചരിത്രം വെച്ചുകൊണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു അവസ്ഥയെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കും. കാരണം വെറുക്കപ്പെട്ട ഭരണാധികാരികൾ അവരുടെ വെറുപ്പ് മുഴുവനായ മുസ്ലിം സമുദായത്തിന് നേരെ തീർത്തു വെച്ച് അവരെ ഇല്ലാതാക്കാൻ അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ഭരണകൂട ഭീകരതയുടെ സ്ഥിതിവിശേഷത്തെ വിലയിരുത്തി ജനോസൈഡ് വാച്ചിന്റെ നിരീക്ഷണം ഇപ്പോൾ വംശീയ ഉന്മൂലനത്തിന്റെ 9ാമത് ഘട്ടത്തിൽ മുസ്ലിം സമൂഹം എത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെന്നാണ്. ഇത്ര അടുത്ത് എത്തിയിട്ടും ഈ വിഷയത്തിൽ ഒരു വെപ്രാളവും ബേജാറുമില്ലാത്ത വിധം ജീവിക്കുന്ന ഒരു മുസ്ലിം സമുദായത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയാം? വംശീയ ഉന്മൂലനത്തിന്റെ 4 ഘട്ടങ്ങളാ അന്ന് ഫിറൗൻ നടപ്പാക്കിയത്. ഇവിടെ ജനോസൈഡിന്റെ 9ാമത് ഘട്ടത്തിൽ ഇന്ത്യൻ മുസ്ലിം എത്തിയിരിക്കുന്നു എന്ന് ഈ ജനോസൈഡ് നിരീക്ഷിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത ഭരണകൂടത്തിന്റെ വൃത്തികെട്ട ചെയ്തികളെ യഥാവിധി വിലയിരുത്തിക്കൊണ്ട് യാഥാർത്ഥ്യം പറഞ്ഞിരിക്കെ അത്തരം ഒരു അവസ്ഥയുടെ മുമ്പിൽ എത്തിയിട്ടും മുഹറം 10 സുന്നത്ത് നോമ്പിന്റെ പുണ്യത്തെ കുറിച്ചല്ല അതിനപ്പുറത്തുള്ള ചരിത്ര യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു വിശ്വാസി സമൂഹത്തെ പോലെ വിഡ്ഢികളായവർ ഭൂമുഖത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് സഹോദരന്മാരെ, മുഹറം 10 അത്തരം ഒരു ദിനമാണ്. സുന്നത്ത് നോമ്പിന്റെ പുണ്യം നമുക്കറിയാം. കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ ഈ സുന്നത്ത് നോമ്പ് ഇങ്ങനെ പുറത്തു കിട്ടും. ശരിയാണ്, സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ നോമ്പിൻ്റെതായ ആലസ്യവും അസ്ക്യതയും ഒക്കെ അതും ഉണ്ടാവും. അതിൽ ദിക്റും ദുഴയും ഒക്കെയായി ഞാൻ ചെലവഴിക്കാൻ പഠിച്ചു വരുമാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന, മസ്തിഷ്കത്തെ ചൂടുപിടിപ്പിക്കുന്ന, വൈചാരികതയും ഒരുപോലെ ഉണർത്തുന്ന, ചിന്തക്കും വികാരത്തിനും ഒരുപോലെ നാം കീഴ്പ്പെട്ടു പോകുന്ന വലിയ ഒരു ചരിത്രത്തെയാണ് ഈ ദിനവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ മുമ്പിൽ വെക്കുന്നത്. അതിൽ ഒരു ഭാഗം നിങ്ങൾ കേൾക്കുക. സൂറ ഖസസിലെ തുടക്കം ഖുർആൻ ഇങ്ങനെ പറയും, ത്വാസീം തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഈ വ്യക്തമായ ദൃഢമായ ആയാത്തുകൾ ഈ ഗ്രന്ഥത്തിൻ്റെതാണ്. തിൽക ആയാത്തുൽ കിതാബ്, ഈ ഗ്രന്ഥത്തിന്റെ വചനങ്ങളിലാണ് ഈ ചരിത്രം പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ഗൗരവം അറിയുമെങ്കിൽ ആ ഗ്രന്ഥത്തിലെ ആയാത്തുകളിലാണ് ഈ ചരിത്രം അല്ല പറഞ്ഞത്. അൽ മുബീൻ, വളരെ വ്യക്തമായിട്ടാണ് ഈ ചരിത്രം പറഞ്ഞിരിക്കുന്നത്. നത്ലു അലൈക, ആ വചനങ്ങളിലൂടെ, ഈ ഗ്രന്ഥത്തിന്റെ വചനങ്ങളിലൂടെ നാം നിനക്ക് ഓതിത്തരുന്ന പ്രവാചകരെ മിൻ നബഇ മൂസ, മൂസയുടെ വൃത്താന്തം, മൂസാ നബിയുടെ ചരിത്രം, ഫിറൗന്റെയും ചരിത്രം, ബിൽ ഹഖ്, തികഞ്ഞ യാഥാർത്ഥ്യത്തോടുകൂടി, കൃത്യമായ റിയാലിറ്റിയോടുകൂടി, ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളായ ജനതയ്ക്ക് വേണ്ടി. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഈ യാഥാർത്ഥ്യം ഖുർആൻ അതിന്റെ പേജുകളിലൂടെ, വചനങ്ങളിലൂടെ ഇങ്ങനെ ഓതിത്തരി. നത്ലു അലൈക മിൻ നബഇ മൂസ ഫിറൗന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ, ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വാസികളായ ജനതയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ഇതൊരു പാഠത്തെ ശരിക്കും അവതരിപ്പിക്കുക, സ്വോദ്ദേശപരമായ അവതരണം, കൃത്യമായ ഊന്നലുള്ള ആവർത്തനം, അതതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ജനതയാണിത് ഓതുന്നത്, വായിക്കുന്നത് എന്ന ബോധ്യത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകരെ ഈ സംഗതി പറയാം. എന്താ ഈ വൃത്താന്തത്തിന്റെ ചുരുക്കം?
അടുത്ത ആയത്തിൽ ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ ഔദത്യം സ്ഥാപിച്ചു. ഈ പറയുന്ന ഫിറഔൻ ഭരണാധികാരിയായി തന്റെ രാഷ്ട്ര അതിർത്തിക്കകത്ത് മുഴുവൻ സംവിധാനത്തിന് മുകളിൽ അവൻ ഉയർന്നു നിന്നു. ഔദത്യം പ്രഖ്യാപിച്ചു. ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്, എന്നിട്ടോ അവൻ ആ സമൂഹത്തെ മൊത്തം കീഴിലാക്കിയിട്ട് വജഅല അഹ്ലഹാ ശിയഅ, അവിടുത്തെ ജനവിഭാഗത്തെ പരസ്പരം തമ്മിലടുപ്പിച്ചു. ഇതാണ് ചെയ്ത പണി. ഈ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും ഭംഗിയായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും. തമ്മിലടിപ്പിച്ചു. അതുകൊണ്ട് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ വരെ ഐക്യ ആഹ്വാനങ്ങൾ ഉണ്ടായി. ഹിന്ദു സമൂഹത്തിലെ മുഴുവൻ ജാതിയും ഒന്നിക്കണം എന്ന് പറഞ്ഞപ്പോ നമുക്കത്ര കുഴപ്പം തോന്നിയില്ല. പക്ഷെ ആ ജാതിയും നസ്രാനികളും ഒന്നിക്കണം എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ പൂർണ്ണമായും മാറ്റത്തിന് കേരളത്തിൽ വിളിച്ചു പറഞ്ഞു. ആ ചരിത്രം നമുക്കറിയാം. ഈ കൊച്ചു കേരളത്തിൽ ഇത്രത്തോളം പ്രബുദ്ധതയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇടത്ത് വരെ നടന്നുവെങ്കിൽ അതിനപ്പുറത്തെ അവസ്ഥ മനസ്സിൽ കാണാൻ ബുദ്ധിയുള്ളവർക്ക് പറ്റും. അതിന്റെ തിക്ത യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മൾ ജീവിക്കുന്ന കാലം, ഇന്നും ഇന്നലെയും ഉൾപ്പെടെ. നിങ്ങളെ കയ്യിലുള്ള പാസ്പോർട്ട് പോലും പൗരത്വ രേഖയല്ല എന്ന് പറയുമ്പോ നിങ്ങൾ ഇവിടുത്തെ പൗരന്മാരെ തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു രേഖയുമില്ല. നിങ്ങളുടെ ആധാറോ റേഷൻ കാർഡോ നിങ്ങൾ ഇലക്ഷൻ ഐഡിയോ ഒന്നും നിങ്ങൾ ഇന്ത്യൻ പൗരനെ തെളിയിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെ പൗരന്മാരായി സമ്മതിക്കുന്നുവോ അവരെ പൗരന്മാരാകുന്നു പറയുന്നിടത്ത് ഒരു ജനത എത്തിപ്പെടുന്ന നിസ്സഹായ അവസ്ഥയുടെ ചൂടും ചൂരും ഇപ്പോഴും ഹൃദയ മസ്തിഷ്കത്തിലേക്ക് കയറിപ്പോകാത്ത, അവരെ ചലിപ്പിക്കാത്ത ഈ സമുദായത്തോട് ഈ ചരിത്രം പറഞ്ഞ വല്ല കാര്യവുമുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ഇത്രയും ദുരന്തത്തിന്റെ മുമ്പിലാണ് മുഹറം 10 ഈ യാഥാർത്ഥ്യ ഖുർആൻ പഠിപ്പിക്കുന്ന അലാ ഫിൽ അർദ്, അവൻ ഭൂമിയിൽ അങ്ങ് ഉയർന്നു നിന്നിട്ട് ഔദത്യം പ്രഖ്യാപിച്ചിട്ട് ആ സമൂഹത്തെ വജഅല അഹ്ലഹാ ശിയഅ, ആ സമൂഹത്തെ അവൻ തുണ്ടം തുണ്ടമാക്കി മുറിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമാക്കി. ഭൂരിപക്ഷ സമൂഹവും ന്യൂനപക്ഷ സമൂഹം. കിബിത്തികളാകുന്ന കോപ്റ്റിക് അവര് ഭൂരിപക്ഷ സമൂഹം, അത് ഞങ്ങൾ എന്ന് പറയുന്ന. മറുഭാഗത്ത് അവിടെയുള്ള ബനൂ ഇസ്രായേൽ സമൂഹമാണ് മുസ്ലിം സമൂഹം. അവർ അപരരാണ്. അങ്ങനെ അപരവൽക്കരണത്തിന്റെ ആ കൃത്യമായ രീതി അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അവരിൽ ഒരു വിഭാഗത്തെ അവൻ അങ്ങനെ ദുർബലരാക്കി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അവരെ പൗരത്വരഹിതരാക്കി, രാഷ്ട്രരഹിതരാക്കി. അവർക്ക് പള്ളികളില്ല, പള്ളികൾക്ക് അനുവാദമില്ല. അവർക്ക് ഭൂമിയിൽ സ്ഥലം വാങ്ങാൻ അവകാശമില്ല. അവർക്ക് ഒരവകാശവുമില്ല. കൃത്യമായ കൂലി ചോദിക്കാൻ പോലും അവകാശമില്ല. അവരിൽ ആരെ എപ്പോഴെങ്കിലും പിടിച്ച് അടിമകളാക്കാം. അവരിൽ ഏത് സ്ത്രീയെയും പിടിച്ചു കൊണ്ടുപോയി ഇങ്ങത്തിന് വഴക്കാം, തന്റെ വീട്ടിൽ നിന്ന് വപ്പാട്ടിയാക്കാം, കെട്ടിയിട്ട് പീഡിപ്പിക്കാം. ഇങ്ങനെ ഒരു സമൂഹത്തെ ദുർബലമാക്കി കളഞ്ഞു. ആ ദുർബലമാക്കിയ അവസ്ഥയെ ഖുർആൻ ഒരു വിഭാഗത്തെ അങ്ങനെ ദുർബലരാക്കി, അഥവാ പൗരത്വരഹിതരാക്കി, രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റി. എന്നിട്ടോ യുസബ്ബിഹു അബ്നാഅഹും, ആ ജനോസയുടെ അവസാന ഘട്ടത്തിലേക്ക് അവർ എത്തിയപ്പോ യുസബ്ബിഹു അബ്നാഅഹും, അവരിലെ ആൺമക്കളെ അവനെ അരുങ്കൊല അറുത്ത് കൊന്നു. അരുങ്കൊല ദബഹ എന്ന പ്രയോഗം. കൊന്നൂന്നല്ല, കത്തല എന്നല്ല, ദബഹ അരുങ്കൊല ചെയ്തു. വയസ്തഹീ നിസാഅഹും, അവരിലെ പെൺമക്കളെ മാനഹാനി സഹിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു. അതാ മനസ്സിലാക്കാൻ ഉത്തരേന്ത്യയിലെ ദരിദ്ര പെൺകുട്ടികളെ അനുഭവിക്കുന്ന അവസ്ഥ പഠിച്ചാൽ മനസ്സിലാകും. വാരിയെടുത്ത് കൊണ്ടുപോയി ഉപയോഗിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ തിരിച്ചു എറിയുകയോ ചെയ്യുന്ന അവസ്ഥ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം കേൾപ്പിക്കാൻ ആളില്ലാതെ പോയി സാമൂഹിക ക്രമത്തിനകത്ത്. അപ്പൊ മാനഹാനി സഹിച്ച് ജീവിക്കുക, ഇതൊക്കെ പച്ചയായിട്ട് ഖുർആൻ വചനത്തിന്റെ ശരിയായ അർത്ഥകൽപ്പനയെ നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരു സാമൂഹിക ക്രമത്തിലാണ് നമ്മൾ ഈ മുഹറം 10 നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വെറുക്കപ്പെട്ട ഭരണാധികാരി ഉണ്ടല്ലോ, അങ്ങനെ കുഴപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾപ്പെട്ട ഒരുത്തനാണ്, വലിയ കുഴപ്പക്കാരനാണ് അവൻ എന്ന് ഖുർആൻ സൂറ ഖസസ് 4-ാം വചനത്തിൽ. എന്നിട്ട് അല്ലാഹ് പറയാ, അങ്ങനെ അങ്ങ് വിടാൻ നമുക്ക് തീരുമാനമില്ല, അങ്ങനെ അങ്ങ് വിടാൻ നിങ്ങൾക്കും തീരുമാനം ഉണ്ടാവരുത്. അടുത്ത സൂക്തം അതാണ്, മുഖത്തിൽ ഓതി വെച്ച സൂക്തം. മണ്ണിൽ മർദ്ദിതരായി, പീഡിതരായി, നിന്ദിതരായി, നിസ്സഹായരായി, നിരാലംബരായി, രണ്ടാംകിട പൗരന്മാരായി, പൗരത്വരഹിതരായി രാഷ്ട്രീയ ജീവിക്കുന്ന ഒരു അവസ്ഥ സംഭവിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ ഒരു വിഭാഗം, ഒരു ഭരണകൂടം ആരെങ്കിലും ആക്കിയാൽ നുരീദു, നാം ഉദ്ദേശിക്കുന്നു അന്നമുന്ന, അവരെ അനുഗ്രഹിക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണെന്ന്, അവരെ അനുഗ്രഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. അവരെ നേതാക്കളാക്കി മാറ്റാൻ അതെന്റെ തീരുമാനമാണെന്ന്.
അവർ ജനിച്ചു വളർന്ന നാടിന്റെ അനന്തരാവകാശികൾ അവരായിരിക്കണം. അവർ ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ അവർക്ക് പറ്റണം. അങ്ങനെ അവരെ ആക്കിയെടുക്കാൻ എനിക്ക് തീരുമാനമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീരുമാനമുണ്ടോ എന്ന് ചരിത്രം കേൾക്കുന്ന നമ്മെ ഓർമ്മിക്കുക. ഈ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് മുഹറം 10. അത് കേവലം സുന്നത്ത് നോമ്പിന്റെ ഇടമല്ല. സുന്നത്ത് നോമ്പിന്റെ പ്രാധാന്യവും അതിന്റെ മർമ്മവും ഇതുമായി ബന്ധപ്പെടുത്തി. അതുകൊണ്ട് മൂസാ നബി കടല് കടത്തിക്കൊണ്ടുപോയ ആ മുസ്ലിം സമുദായത്തെ ഒരു ഭാഗത്ത് അധിവസിപ്പിച്ച് അവർക്ക് അന്നവും വെള്ളവും ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുക. അവരോട് പറഞ്ഞൊരു ഭാഗം കൂടി സൂറ ഇബ്രാഹിം 6-ാം വചനത്തിൽ നമ്മളോട് കൂടി പറയുന്ന ഭാഗമായി മനസ്സിലാക്കാനാ. വൈദ് ഖാല മൂസ ലി ഖൗമിഹി, ആ വിമോചിതരായ ജനതയോട് മൂസാ നബി പറഞ്ഞ ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഇസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക എന്നാണ്. നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുക ഈ സംഭവത്തെ. അന്ന് ആ സീനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ മന്നയും സെൽവയും കഴിച്ച് മേഘക്കുടക്കീഴിൽ ജീവിക്കുന്ന ഒരു ജനതയോട് മൂസാ നബി പറഞ്ഞ വർത്തമാനം നമ്മളുമായി ബന്ധപ്പെടുത്തിയിട്ട് ജീവിക്കുന്ന മുസ്ലിം ഇത് നിങ്ങൾ ഓർക്കണം. ഇത് നിങ്ങൾ ഓർക്കണം. കാല മൂസ പറഞ്ഞ ആ സന്ദർഭം ലി ഖൗമിഹി, തന്റെ ജനതയോട് ഉസ്കുറൂ നിഅമത്തല്ലാഹ്, അള്ളാഹു നിങ്ങളോട് ചെയ്ത ഔദാര്യം നിങ്ങൾ ഓർക്കണം. ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളോട് കാണിച്ച അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. ഇത് അൻജാക്കും മിൻ ആലി ഫിറഔൻ, ഈ ഫിറഔൻ പ്രവൃത്തികൾ അതൊരു നീണ്ട നിര ഭരണാധികാരികളാണ്. അത് ഏറ്റവും ക്രൂരൻ രാംസിസ് 2-മനാണ്. ആ ഫറോവ തസ്തികയിൽ ഈജിപ്ത് ഭരിച്ച മുഴുവൻ സംവിധാനത്തെയും അവന്റെ ബാക്കിയുള്ള സിൽബന്ദികളെയും ചേർത്താണ് ആലു ഫിറഔൻ എന്ന പ്രയോഗം ഖുർആൻ നടത്തിയത്. അങ്ങനെ ഇത് അൻജാക്കും മിൻ ആലി ഫിറഔന, ഫിറഔൻ ഗോത്രത്തിൽ നിന്ന്, ഫിറഔൻ പ്രവൃത്തിയിൽ നിന്ന്, ഫിറഔന്റെ ആളുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച സന്ദർഭം. യസൂമുനക്കും സൂഅൽ അദാബ്, വളരെ നികൃഷ്ടമായ രീതിയിൽ അവൻ നിങ്ങളുടെ മേൽ മർദ്ദനത്തിന്റെ പീഡനത്തിന്റെ മുറകൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുകയായിരുന്നു. ആ ശിക്ഷയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ആൺമക്കളെ കൊന്നുകളയുകയും പെൺമക്കളെ മാനഹാനി സഹിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ ജീവിക്കാൻ അനുവദിക്കുന്ന അവസ്ഥയിലാണ് അവൻ സൂഅൽ അദാബി, കഠിനമായ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അത് നിങ്ങൾക്കൊരു പരീക്ഷണമായിരുന്നു. നമുക്കൊരു പരീക്ഷണമാണ് ഇന്ത്യൻ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ കഴിയണം. നമുക്കൊരു പരീക്ഷണമാണ് ഇന്ത്യൻ അവസ്ഥ. അസുഖം പരീക്ഷണമാണ്, സാമ്പത്തിക നഷ്ടവും പരീക്ഷണമാണെന്നൊക്കെ പഠിച്ചവർക്ക്, മരണം പരീക്ഷണമാണെന്ന് പഠിച്ചവർക്ക് ഇത് പരീക്ഷണമാണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഇത് വേറെന്തോ ഒരു സംഗതിയാണ്. അതിപ്പോ നമ്മൾ അങ്ങനെ ആക്കേണ്ടതില്ല. ഇങ്ങോട്ട് വരുമ്പോ നോക്കാം. നമ്മൾ ദിക്റും സ്വലാത്തൊക്കെ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ വിചാരപ്പെടുന്നവരെ അല്ല പഠിപ്പിക്കുക. നിങ്ങൾ കൈവക്കപ്പെടും, അവര് കൈവക്കപ്പെട്ടതുപോലെ. നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, അവര് പീഡിപ്പിക്കപ്പെട്ടതുപോലെ. നിങ്ങൾ വംശീയ ഉന്മൂലനത്തിന്റെ ഘട്ടങ്ങൾ കടന്നു പോകും, അവര് കടന്നുപോയതുപോലെ ഇത് സംഭവിക്കും. ഇത് സംഭവിക്കും എന്ന് മനസ്സിലാക്കാൻ കൊല്ലം മുഹറത്തിൽ ആവർത്തിക്കാൻ പറഞ്ഞത്. അത് മറന്നു പോകാൻ പാടില്ല. മൂസാ നബിയിൽ തുടങ്ങിയ അനുസ്മരണമാണ്. അത് മുഹമ്മദ് എത്തിയപ്പോ 2 ദിവസമാക്കി മാറ്റി. അങ്ങനെ 9ഉം 10ഉം നോമ്പെടുത്തുകൊണ്ട് ചരിത്രത്തെ ശരിക്കും പഠിക്കണം. അങ്ങനെ ഇത് വഫീദാലിക്കും ബലാഉം മിർ റബ്ബിക്കും, നിങ്ങളെ നാഥൻ നിങ്ങളെ ഒരു പരീക്ഷണമാണ്, ചെറിയതല്ല, അലീം. ബലാഉം മിർ റബ്ബിക്കും അലീം, ഏറ്റവും കഠോരമായ ഒരു പരീക്ഷണമാണത്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. പക്ഷെ അങ്ങനെ ഒരു പരീക്ഷണം അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയതാ. മർദ്ദിതരായ നിങ്ങൾക്ക് വിമോചനം സംഭവിക്കുകയും നിങ്ങൾ ഔന്നത്യത്തോടെ ഇസ്സത്തോടെ ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ യാഥാർത്ഥ്യം മറന്നു പോകരുത്. അതുകൊണ്ട് അങ്ങനെയാണ് മർദ്ദിത ജനവിഭാഗത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമായി മുഹറം 10. ഏതായിരുന്നു ഇസ്രായേൽ സമൂഹം എന്ന് കൂടി അനുസ്മരിക്കും. ഈ ഇസ്രായേൽ സമൂഹം ഈജിപ്തിലെത്തിയത് യൂസുഫ് നബിയുടെ കാലത്താണ്. യൂസുഫിലൂടെയാണ്. യൂസുഫ് എന്ന പയ്യൻ സഹോദരന്മാരുടെ കുടില ബുദ്ധിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി, പൈശാചിക ഫലമായി കിണറ്റിലെറിയപ്പെട്ടു. യാത്രാസംഘം എടുത്ത് ഈജിപ്തിലെ തെരുവിൽ കൊണ്ടുവന്ന് വിറ്റു. അവിടുത്തെ പ്രഭു വാങ്ങി. ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഫിലസ്തീനിൽ കിടന്ന യൂസുഫ് എന്ന ടീനേജുകാരൻ ഇപ്പോൾ ഈജിപ്തിലെ ഒരു വീട്ടിൽ വളർത്തുപുത്രനായിട്ട് മാറി. അങ്ങനെയാണ് ഇസ്രായേൽ സമൂഹത്തിന്റെ ആദ്യ തരി ഈജിപ്തിലെത്തുന്നത്. പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ച കഥയൊക്കെ നമ്മൾ കിസ്സകളായിട്ട് പഠിച്ചതാ. മിമ്പറിൽ നമുക്ക് സമയപരിമിതിയുണ്ട്. യൂസുഫ് ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം. ഒടുവിൽ ജയിലിലടക്കപ്പെട്ടു. ജയിൽ മോചിതനായി വരാൻ നിമിത്തമുണ്ടായി രാജാവിന്റെ സ്വപ്നം. അന്ന് ഈജിപ്ത് ഭരിച്ചത് ഈജിപ്തിലെ രാജാക്കന്മാരല്ല, പുറത്തുനിന്ന ഹിക്സോസ് വിഭാഗമാണ്. മാന്യന്മാരായ ഒരു കൂട്ടർ. ആ രാജാവ് സ്വപ്നം കണ്ടു,
7 തടിച്ച പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ. 7 സമൃദ്ധിയുടെ കാലം, 7 ദുരന്തത്തിന്റെ കാലം. അതിന്റെ വ്യാഖ്യാനം ഈ പശുക്കളുമായി ബന്ധപ്പെടുത്തിയും നെൽക്കതിർമണി കതിരുമായി ബന്ധപ്പെട്ടുള്ള ഈ വ്യാഖ്യാനം അല്ല അർത്ഥം ആർക്കും മനസ്സിലായില്ല. പക്ഷെ അത് 7 സമൃദ്ധിയുടെ കാലവും 7 ക്ഷാമത്തിന്റെ കാലവുമാണെന്ന യാഥാർത്ഥ്യം സ്വപ്ന വ്യാഖ്യാനം അറിഞ്ഞ യൂസുഫ് പറഞ്ഞു കൊടുത്തു. യൂസുഫിന്റെ കൂടെ ജയിലടക്കപ്പെട്ട കക്ഷി സ്വപ്ന വ്യാഖ്യാനം പറയാൻ ഈ ആളുകൾ പരാജയപ്പെട്ടപ്പോ യൂസുഫിനെ ഓർത്തിട്ട് ഓടിച്ചെന്ന് ഈ സംഗതി പറഞ്ഞ് രാജാവ് കണ്ട സ്വപ്നം ഇതാണ്. ഖുർആനിൽ വിസ്തരിക്കുന്നുണ്ട്. ആ ഭാഗം നമ്മൾ വായിച്ചാൽ വളരെ ആവേശത്തോടെ സന്ത്രാസത്തോടെ വായിച്ച് മുന്നോട്ട് പോകും. അപ്പോ അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു, ഇത് അള്ളാഹ് എനിക്ക് നൽകിയ അറിവാണ്. സ്വപ്ന വ്യാഖ്യാനം അടുത്ത 7 വർഷം നന്നായിട്ട് വിളവെടുത്ത് നിങ്ങളത് കതിർപ്പുരയിൽ തന്നെ സൂക്ഷിക്കണം. ആവശ്യത്തിന് മാത്രമേ ചെലവഴിക്കാവൂ. ധാന്യശേഖരം നന്നായി. അന്ന് ഇതുപോലത്തെ ഈ പറഞ്ഞ ഗോഡൌൺ സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാല. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആ വിത്തുകൾ കതിരിൽ തന്നെ സൂക്ഷിക്കുക. കതിരിൽ നിന്ന് അറുത്ത് മാറ്റരുത്. കൊയ്തെടുത്ത കതിർപ്പുരയിൽ തന്നെ വിത്തുകൾ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ കുറെ കാലം സൂക്ഷിക്കാൻ പറ്റും. അത് അന്നത്തെ ഒരു രീതിയാണ്. ഇതൊരു പ്രവാചകന് അള്ളാഹുവിന്റെ വഹീന്റെ റിസൾട്ടാണ് കേട്ടോ. അങ്ങനെ വേണ്ടത് മാത്രം എടുക്കുക. കാരണം അടുത്ത 7 വർഷം കടുത്ത ക്ഷാമമാണ് വരാൻ പോകുന്നത്. ഈ വിവരം വന്ന് പറഞ്ഞപ്പോ രാജാവ് അത്ഭുതപ്പെട്ടു. മോചിപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം സ്വയമേവ ഇറങ്ങി വന്നില്ല. എന്നെ കുറിച്ച് ആശയം പറഞ്ഞ പെണ്ണുങ്ങൾ സത്യം പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങളാണ് കുറ്റക്കാർ, ഞങ്ങൾ അദ്ദേഹം നേരെ ആരോപണം ഉന്നയിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ജയിലിൽ നിന്ന് വന്ന് അദ്ദേഹത്തെ നേരെ കൊണ്ടുപോയിട്ട് അധികാരമേൽപ്പിച്ചു. ഇന്നക ലദൈനാ മക്കീനുൻ അമീൻ, താങ്കൾ ഞങ്ങളുടെ വിശ്വസ്തനും ശക്തനുമായ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞ് ഖജനാവ് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. ആ ഭരണാധികാരി ഖജനാവ് ഏൽപ്പിച്ചു കൊടുത്ത് ഇതിന്റെ പ്ലാനും പദ്ധതിയും നടപ്പാക്കി. കൃഷിയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത്. നൈലിനെതിരെ കരകളിലും സമൃദ്ധമായി വിളയുന്ന കൃഷിയിടമാണ് ആ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. അതുകൊണ്ട് അന്ന് ഏതൊരു ഭരണാധികാരിയും ലഭ്യമാകാൻ ആഗ്രഹിക്കുന്ന മേഖല ഖജനാവാണ്. ഇന്ന് ആഭ്യന്തരം ആഗ്രഹിച്ച് നടക്കുന്ന പോലെ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ഇത് തന്നെ ഏറ്റെടുത്തു. തന്റെ പ്ലാനും പതി നടപ്പാക്കിയിട്ട് ഈജിപ്തിനെ സമൃദ്ധിയിലേക്ക് എത്തിച്ചു. അങ്ങനെ അവസാനം ക്ഷാമം ഈജിപ്തിൽ മാത്രമല്ല പുറത്തും പിടിപെട്ടു. അപ്പോൾ ഫിലസ്തീനിലെ തന്റെ സഹോദരന്മാർ, ഈജിപ്തിൽ സമൃദ്ധിയുണ്ട്, അവിടെ ചെല്ലുന്നവർക്ക് അന്നം കിട്ടും, റേഷൻ കണക്കിന് കിട്ടും, അളവ് പാത്രം കണക്കാക്കി കിട്ടും എന്ന് കിട്ടപ്പോ അവര് ഭക്ഷണത്തിന് വന്നതാ. അങ്ങനെയാണ് പിന്നീട് തന്ത്രപൂർവ്വം അനിയൻ ബിന്യാമിനെ കൂടി എത്തിക്കുന്നതും ശേഷം ഇദ്ദേഹമാർന്ന് വെളിപ്പെടുന്നതും അങ്ങനെ പിതാവിനെയും കുടുംബത്തെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കൃതമാകുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ സമൂഹം യാക്കൂബ് നബിയും 12 മക്കളും പുത്രകളത്രാദികളും പേരമക്കളും ഈജിപ്തിലേക്ക്. ഇങ്ങനെയാണ് ഇസ്രായേൽ സമൂഹം ഈജിപ്തിലെത്തുന്നത്. പിന്നീട് 80 വർഷം യൂസുഫ് നബിയാണ് ഭരണാധികാരി. പഠിക്കേണ്ട ചരിത്രമാണ് കേട്ടോ, ഒത്തിരി നീണ്ട കാര്യങ്ങളാ, പക്ഷെ ആവേശം ചരിത്രം. 80 വർഷം തന്റെ 30ാമത് വയസ്സിലാണ് അദ്ദേഹം ഭരണാധികാരിയാവുന്നത്. 30ാമത്തെ വയസ്സിൽ യൂസുഫ് ഈജിപ്തിൽ ഭരണാധികാരി. ഖജനാവേറ്റ് തുടങ്ങിയതാ, ഭക്ഷ്യവകുപ്പാണ് ഏറ്റെടുത്തത്. പിന്നെ രാജാവ് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം. പിന്നെ അദ്ദേഹം മലിക്കാണ്, രാജാവാണ് അവിടെ. അങ്ങനെ 80 വർഷം 110ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഇസ്സത്തോടെ ഇസ്രായേൽ സമൂഹം ജീവിക്കുക അവിടെ. ഇന്ത്യയിൽ മുഗളന്മാരുടെ കാലത്ത് മുസൽമാന്മാർ ജീവിച്ച പോലെ ഈ ഇന്ത്യയിൽ 800-ലധികം വർഷം മുസൽമാന്മാർ ഇസ്സത്തോടെ ജീവിച്ചതാ. മുഗളന്മാരെല്ലാവരും നല്ല ഭരണാധികാരികളല്ല, പക്ഷെ ഇസ്ലാം ഇവിടെ വന്ന് ഇവിടെ നിന്നും പുറത്തു കൊണ്ടുപോകാതെ ഇവിടെ തന്നെ സംവിധാനിച്ച ഒരു കൂട്ടർ. അങ്ങനെയാണ് ആ പൈതൃകത്തിൽ ആ മുസൽമാന്മാർ അന്നുണ്ടാക്കിയ സകല പൈതൃകം ഇടിച്ച് നിരപ്പായിക്കൊണ്ട് ഇന്നലെയുമായി 56 പള്ളികൾ പൊളിച്ചിട്ടുണ്ട്. എല്ലാം അതിന്റെ ഉജ്ജ്വലമായ പൈതൃകത്തിൽ നിൽക്കുന്ന സംവിധാനങ്ങളാ. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു തുടർച്ചയിൽ പൈതൃകത്തോടെ ജീവിച്ച ഒരു മുസ്ലിം സമൂഹം ഇന്ത്യയിലുണ്ട്. അവർ പഠിക്കണം ഈ പാഠം. അതുപോലെ ഔന്നത്യത്തിൽ ജീവിച്ച ഇസ്രായേൽ സമൂഹം ഈജിപ്തിൽ. യൂസുഫ് നബിക്ക് ശേഷം കഥ മാറി, ചരിത്രം മാറി. മുഗളന്മാർക്ക് ശേഷം ബ്രിട്ടീഷുകാർ വന്നു. പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായി. സ്വതന്ത്ര ഇന്ത്യയിൽ രക്തം നൽകി ജീവൻ നൽകി അതിനെ വിമോചിപ്പിച്ച മുസ്ലിം സമൂഹം ഉണ്ട് ഇവിടെ ഇസ്സത്തോടെ. കഥ മാറി. ഇപ്പോ അവസ്ഥ മാറി. എങ്കിൽ അവസ്ഥകൾ മാറും. അന്ന് അവർ അനുഭവിച്ചത് നിങ്ങൾ അനുഭവിക്കും എന്ന് പഠിപ്പിക്കുക. അപ്പൊ ഇതൊരു ബ്ലൂ പ്രിന്റാ. ഈ ബോധ്യം ഉണ്ടാവണം ഖുർആൻ വായിക്കുന്ന മുസൽമാൻ. ഈ ബോധ്യം ഉണ്ടാവണം നോമ്പെടുക്കുന്ന മുഹറം നോമ്പെടുക്കുന്ന വിശ്വാസിക്ക്.
ഇത് ഇന്ത്യയിലെ ഓരോ മുസൽമാനും കുഞ്ഞിനുള്ളിൽ ഉണ്ടായിരുന്നു എങ്കിൽ അത്ഭുതം സംഭവിക്കും. ഈ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് അറിയില്ല. മിമ്പറുകൾ അതിന് തയ്യാറല്ല. സുന്നത്ത് നോമ്പിന്റെ പ്രാധാന്യം പഠിപ്പിച്ചേക്കാം. ഇത്തിരി കടന്നു കഴിഞ്ഞാൽ വിപ്ലവത്തിന്റെ വിമോചനത്തെ കുറിച്ച് സ്വപ്നങ്ങളും പറഞ്ഞേക്കാം. അതിനപ്പുറത്ത് ഈ പാഠം A to Z ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവ ലോകവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചിരുന്നു എങ്കിൽ സ്വപ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു ഇന്ത്യയിലെ മുസൽമാന്മാർക്ക്. മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടു പോയ കാലത്ത് സലാഹുദ്ദീൻ അയ്യൂബിയെ തന്റെ ഉമ്മ ചോറ് കൊടുക്കുന്ന കാലം. ചോറ് കൊടുക്കുന്ന ഉമ്മ ഓരോ ഉരുള വായിൽ വെച്ചെടുക്കുമ്പോഴും ബൈത്തുൽ മുഖദ്ദസിന്റെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനം സ്വപ്നം കണ്ട് സലാഹുദ്ദീൻ അയ്യൂബി വളർന്നു. ആ സ്വപ്നം പിന്നീട് വിപ്ലവമായിട്ട് മണ്ണിൽ പുലർന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനം സാധ്യമാക്കിയ അദ്ദേഹം. അങ്ങനെയാണ് സ്വപ്നങ്ങൾ ഉണ്ടാവണം. ഉരുട്ടി കൊടുക്കുന്ന ഉരുളയിൽ ഇസ്ലാമിന്റെ ശരിയായ ഗാഥ ചരിത്രം പഠിപ്പിക്കാൻ കഴിവുള്ള മാതാപിതാക്കളില്ലാതെ പോയി. മൊബൈല് തുറന്നു വെച്ച് എനിക്ക് ഇഷ്ടമുള്ള സൈറ്റിൽ കയറി നോക്കിക്കൊണ്ടിരിക്കെ വായിൽ കൊടുക്കേണ്ട ചോറ് മൂക്കിൽ കേൾക്കുന്ന ഉമ്മമാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓർമ്മ വേണം. ഇവിടെയാണ് തെറ്റുപറ്റിയത് നമുക്ക്. അവിടെയാണ് വലിയ അബദ്ധങ്ങൾ നമുക്ക് സംഭവിച്ചത്. മക്കളെ അടുത്ത് കിടത്തിയിട്ട് കഥ പറയാൻ ബാപ്പമാർക്ക് സമയമില്ല. തെരുവിൽ നിന്ന് തിരിച്ചു വന്നാൽ പിന്നെ അവന്റെ മൊബൈൽ ലോകത്താ. മക്കളെ അടുത്തിരുത്തി പേരമക്കളെ കൂടി കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെയെങ്കിൽ ഈ ചരിത്രങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയുമായിരുന്നു. തുർക്കിയിൽ ഖിലാഫത്തിന്റെ ചരമം പ്രഖ്യാപിക്കപ്പെട്ട നാടാണ്. അവസാനത്തെ ഖലീഫ അവിടെയായിരുന്നു, ഉസ്മാനിയ ഖിലാഫത്തില്. കമാൽ അത്താതുർക്ക് എന്ന മുസ്ലിം നാമധാരിയായ ഒറ്റുകാരൻ. ഇന്ന് ഒരുപാട് ഒറ്റുകാരുണ്ടായ കാലമാണ്. ആ ഒറ്റുകാരൻ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കൂടെ നിന്ന് ഈ പറയുന്ന അവസാനത്തെ ഖലീഫയെ ഇല്ലാതാക്കിയിട്ട് ഖിലാഫത്തിന്റെ നാശം പ്രഖ്യാപിച്ചു. അവിടെ പള്ളികൾ ഉണ്ടായില്ല. തുർക്കിയിൽ പള്ളികളെല്ലാം ബാർ ഹോട്ടലുകളും നൃത്തശാലകളുമായിട്ട് മാറി. കുറെ എണ്ണം ഗോഡൌണാക്കി മാറ്റി. മദ്രസകളില്ല. വെള്ളിയാഴ്ച ജുമ നിർവാഹം പാടില്ല. ബാങ്ക് അറബിയിൽ പാടില്ല. അത് പുറത്തേക്ക് കേൾക്കാനും പാടില്ല. ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയ തുർക്കി പതിറ്റാണ്ടിപ്പുറത്ത് അത്ഭുതകരമായി തിരിച്ചു വന്നല്ലോ. ചരിത്രം നിങ്ങൾ പഠിക്കൂ. അങ്ങനെ തിരിച്ചു വരാൻ കാരണം അവിടുത്തെ യുവാക്കളായിരുന്നു. യുവാക്കൾ നമുക്കുമുണ്ട്. യുവാക്കൾ ഈ സദസ്സിലും കുറേയേറെ. പന്ത് കളിക്ക് ഉറക്കമളച്ച് ഉറക്കച്ചടവിൽ ഇരുന്നാൽ ഉറക്കം തൂങ്ങിപ്പോകുന്ന അവസ്ഥയിൽ എത്തിപ്പെടുന്ന യുവാക്കളെ കുറിച്ചല്ല ഈ പറയുന്നത്. അതിനപ്പുറത്ത് അവിടെ വളർന്ന യുവാക്കൾ, അവരെ കുറിച്ച് ഒരിക്കൽ ഉർദുഖാനോട് അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ ആദ്യകാലത്ത് ഒരു പാശ്ചാത്യൻ പത്രക്കാരന്റെ ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ സാധ്യമായി ഇത്? ഇത്രയും കാലം ഇങ്ങനെ ഇസ്ലാമിന്റെ ഒരു അടയാളം പോലും മണ്ണിൽ പാടില്ലാത്ത വിധം അതിനെ ഉന്മൂലനം ചെയ്യപ്പെട്ട ഒരു ഭൂമികയിൽ നിങ്ങളുടെ കൂടെ ഇത്രയും ആളുകൾ ഇങ്ങ് ഒന്നിച്ചു നിന്നുകൊണ്ട് നിങ്ങളെ കൂടെ നിൽക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഇതെങ്ങനെ സാധ്യമായി? പള്ളിയില്ലാത്ത, മദ്രസയില്ലാത്ത, വായലും ഉറുദിയും സാധ്യമല്ലാത്ത ഒരു സാമൂഹിക ക്രമത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞങ്ങളുടെ സ്ത്രീകൾ എന്നാണ്. ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ ആരാണ്, എന്താണ്, ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പള്ളിയില്ലാത്ത, മദ്രസയില്ലാത്ത, ഇതുപോലെ മിമ്പറിൽ ഖുത്ബ നടക്കാത്ത ഒരു നാട്ടിൽ വീട്ടകത്ത് ഇസ്ലാമിന്റെ സുന്ദരമായ സ്വപ്നത്തെ, ആ വിപ്ലവ ആവേശത്തെ, ആ ശൂര വീരത്വത്തെ, അതിന്റെ ആദർശ തനിമയെ, അതിന്റെ പൊലിമയെ, അതിന്റെ സംസ്കാരത്തെ, സാംസ്കാരിക തനിമയെ, അതിനോടുള്ള മതിപ്പിനെ, ബഹുമാനത്തെ, അതിനുള്ള മഹബത്തിനെ, സ്നേഹത്തെ ആ ഉമ്മമാർ ഞങ്ങളുടെ മക്കളുടെ മനസ്സിൽ വരച്ചിട്ടു. അവസരം ഒത്തു വന്നപ്പോൾ അത് വലിയ വിപ്ലവമായിട്ട് മാറിയതാ. ഇങ്ങനെയാവണം ഇന്ത്യയിലെ മുസൽമാന്മാർ. അതുകൊണ്ട് ഇവിടെയുള്ള സോഷ്യൽ മീഡിയ പിറകെയും പന്തുകളിയുടെ പിറകെയൊക്കെ ചാടി നടക്കുന്നവർ അറിയണം, പാകത്തിനൊക്കെ ചാടാം. പക്ഷെ ഈ ചാട്ടം വല്ലാതെ പോയാൽ ഈ ജനൂസയുടെ ഇരകളായിട്ട് മാറാതെ നിങ്ങൾ ഒരിക്കലും വിമോചിതരാവില്ല. അപാഠമാണ് ഈ പാഠം. ഇത് അധികം പറയേണ്ട വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് യൂസുഫ് നബിയുടെ കാലത്ത് ഇസ്സത്തോടെ ജീവിച്ച ആ കൂട്ടർ പിന്നീട് ഏകദേശം 4 നൂറ്റാണ്ടിപ്പുറം എത്തിയപ്പോഴേക്ക്, യൂസുഫ് നബിക്ക് ശേഷം 200 അല്ല 400 അത്രയും കാലം പിന്നീട് അവിടെ ഭരിച്ചത് ആ നാട്ടുകാരായ ഫറവോമാരാണ്. 30-40 ഫറവോമാർ ഭരണം നയിക്കുന്ന കാലഘട്ടത്തിൽ
ചരിത്രം വിശദമായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ ഭരണാധികാരികള് അധികാരമേറ്റപ്പോൾ തുടങ്ങിയ ആദ്യ സ്റ്റെപ്പാണ് ഈ സമുദായത്തെ അന്യവൽക്കരിക്കാനുള്ള ശ്രമം. അങ്ങനെയാണ് തുടങ്ങിയത്. അപരവൽക്കരണം ഇന്ത്യയിൽ തുടങ്ങിയതുപോലെ അവിടെയും തുടങ്ങി വെച്ചു. കുറഞ്ഞ കാലം കൊണ്ടല്ല, സമയമെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഏകദേശം 4 നൂറ്റാണ്ട് കാലം, 400 വർഷങ്ങളുടെ നീണ്ട കാലഘട്ടത്തിൽ ഈ കടന്നു വന്ന ഭരണാധികാരികൾ ഈ പറയുന്ന മുസ്ലിം സമൂഹത്തെ അപരവൽക്കൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഘട്ടം ഘട്ടമായിട്ട് അവർ ആ പണി പൂർത്തിയാക്കി. ആ പണിയുടെ ഘട്ടങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. അതിൽ ആദ്യഘട്ടം അവര് മുസ്ലിം സമൂഹത്തോടുള്ള വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, മുസ്ലിം എന്നതൊരു പ്രശ്നമാണ്, മുസ്ലിം ഐഡന്റിറ്റി ഒരു പ്രശ്നമാണ്, ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അതിനുശേഷം അത് മുന്നോട്ട് പോയി ഏറെക്കുറെ ഇങ്ങനെ ക്ലച്ച് പിടിച്ചു വന്നപ്പോ അതിനനുസൃതമായിട്ട് അവർ ഈ സമൂഹത്തിന്റെ പൗരത്വപരമായ അവകാശങ്ങളെ ഹനിക്കാൻ ഉതകും വിധം അവരെ നിർബന്ധപൂർവ്വം ഫോഴ്സ്ഡ് ലേബേഴ്സ് ആക്കി മാറ്റിന. ഫോഴ്സ്ഡ് ലേബേഴ്സ്. ഇന്ത്യൻ അവസ്ഥയിൽ അപരവൽക്കരണം ഭംഗിയായി നടന്നു, വിദ്വേഷം വെറുപ്പും നടന്നു. അതുകൊണ്ട് മുസ്ലിം ഐഡന്റിറ്റി പോലും പ്രശ്നമാണ്. അത് പശുവിന്റെ പേരിലൊക്കെ ആയാലും കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ നിങ്ങൾ പൗരത്വരഹിതാക്കപ്പെടുന്നതോടുകൂടി നിങ്ങൾ അങ്ങ് ഇന്ത്യ വിട്ട് പോകേണ്ടി വരുന്നു വിചാരിക്കണ്ട. നിങ്ങൾ ഇവിടെ ഫോഴ്സ്ഡ് ലേബേഴ്സ് ആയിട്ട് മാറും. അതാണ് ചരിത്രം. എൻസ്ലൈവ്മെന്റ് എന്നാണ് അതിനെക്കുറിച്ച് പറയാം. അടിമത്തവൽക്കരണം. ഈജിപ്തിലെ പിരമിഡുകളുടെ, ഈജിപ്തിലെ കെട്ടിടങ്ങളുടെ, ഈജിപ്തിലെ നഗരങ്ങളുടെ, ഈജിപ്തിലെ എടുപ്പുകളുടെ നഗരവൽക്കരണത്തിന്റെ ഭംഗിയുടെ ഭാഗമായുള്ള, ഭംഗി കൂട്ടുന്ന പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായി കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കുന്ന ചീപ്പസ്റ്റ് ലേബേഴ്സ് ആയിട്ട് അടുത്ത മുസ്ലിം സമുദായം മാറ്റപ്പെട്ടു. ഇതായിരുന്നു ആ അപരവൽക്കരണത്തിന്റെ അടുത്ത ഘട്ടം എന്ന് കൃത്യമായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുക. അങ്ങനെ ഈ സമൂഹം ആ നാട്ടിൽ അടിമകളായ ഗുണം എന്താന്ന് വെച്ചാല് പിന്നെ അവകാശങ്ങളൊന്നുമില്ല, കൂലിയില്ല, അവകാശങ്ങളുമില്ല. അവിടെ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയാൽ നോക്കി നിൽക്കാനേ പറ്റൂ. അതെല്ലാം അങ്ങനെ ഭംഗിയായിട്ട് നടന്നു. ആ ആസനന്റെ 3ാമത് ഘട്ടത്തിയപ്പോഴാണ് ജനോസൈഡ് തുടങ്ങിയത്. അവിടെയാണ് ആൺമക്കളെ കൊല്ലാൻ തുടങ്ങിയത്. ചരിത്രം എത്ര കൃത്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. കൊന്നുകൊണ്ടിരിക്കുക, ഇവിടെ മോബ് ലിഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുക. ഗുജറാത്ത് കലാപം മുതൽ ഇങ്ങോട്ട് ഒരുപാട് കലാപങ്ങൾ വരെയും. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് സമ്മിശ്രമായിട്ട്, ഇവിടെ ഘട്ടങ്ങളില്ല, ഇവിടെ എല്ലാം കൂടി ചേർന്നിട്ട് സമ്മിശ്രമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ ഈ ആൺമക്കളൊക്കെ കൊന്നാൽ പണിയെടുക്കാൻ ആണുങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയെന്ന. എന്താ അഡ്ജസ്റ്റ്മെന്റ്? 1 വർഷം നമ്മൾ കാലാവധിയിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നു കളയാം, അടുത്തൊരു വർഷം കൊല്ലാതിരിക്കും. അങ്ങനെ അറ്റ് റാൻഡം ഈ പണി ചെയ്തു. അങ്ങനെ ആൺമക്കളെ കൊല്ലാതിരുന്ന വർഷമാണ് ഹാറൂൻ ജനിച്ചത്, മൂസയുടെ ജ്യേഷ്ഠൻ. കൊല്ലാൻ തീരുമാനിച്ച വർഷം മൂസ ജനിച്ചത്. അതുകൊണ്ടാണ് ഉമ്മാക്കല്ല വഹി കൊടുത്തു ഖുർആനിൽ. ആയത്തിലേക്ക് കിടക്കാൻ സമയമില്ല, നിങ്ങൾ പഠിക്കണം. താല്പര്യമുള്ളവർ പഠിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയെ മനസ്സിലാകും, ഇന്ത്യൻ അവസ്ഥയിൽ നിങ്ങൾക്ക് നിലപാടുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് സംസാരിക്കാൻ നാവ് പൊങ്ങും, ഭയമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ കരുത്തരായിട്ട് മാറും. ഈ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അങ്ങനെയാണ് ചരിത്രം. അങ്ങനെ പെട്ടിയിലാക്കി ഒഴുക്കി വിട്ടതാ. കൊട്ടാരത്തിലെത്തി, കൊട്ടാരത്തിൽ വളർന്നു. എത്ര വയസ്സ് വരെ? 40 വയസ്സ് വരെ. 40 വയസ്സ് വരെയും അപ്പോൾ ഈ സമൂഹം പീഡിപ്പിക്കപ്പെടുക, മുസ്ലിം സമുദായം മർദ്ദിക്കപ്പെടുക, കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. 1 കൊല്ലം കൊല, അടുത്ത കൊല്ലം വിടുതൽ, അടുത്ത കൊല്ലം വീണ്ടും കൊല. ഇങ്ങനെയാണ്. അപ്പൊ കുറെ പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് രക്ഷപ്പെട്ടത് മൂസയാണ്. ആ നിയമത്തിന്റെ ഇളവിൽ 40 വർഷം വരെ കൊട്ടാരത്തിൽ. പുറത്തിറങ്ങി നടന്നപ്പോൾ ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. 2 പേർ അടിപിടി. ഒരു ഭൂരിപക്ഷ വർഗീയക്കാരൻ, ഒരു സംഘി പരിവാരക്കാരനും ഒരു മുസൽമാൻ പേരിൽ കണ്ടവരോടൊക്കെ അടിപിടി ഉണ്ടാക്കാൻ പോകുന്ന ആളെ കുറിച്ച് പരാമർശം ആയത്തിൽ. അങ്ങനെയാണ് വലിയ വർത്തം. ഇപ്പോഴും നിങ്ങൾ നടക്കുന്ന പല കൊലപാതകത്തിന്റെയും പിറകിൽ തുടങ്ങി വെച്ചൊരു മുസ്ലിം ഉണ്ടാവും. അങ്ങനെയും പഠിക്കണം. ഉത്തരേന്ത്യയിലേക്കാണ് പോയാൽ ഈ മോബിലിനിടയിലും ചരിത്രമായി നമ്മൾ നാണം കെട്ടുപോകും. തട്ടിക്കൊണ്ടുപോയ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട് തെരുവിൽ വലിച്ചിട്ട് നമ്മൾ ആദ്യം പഠിച്ചവനെ ഒരു മുസ്ലിം പേര് കാരണം ഉണ്ടാവുമെന്നാ. അപ്പൊ അത്രയും ദുരന്തം ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് അവിടെ അങ്ങനെ തന്നെ അടിയുണ്ടാക്കി മുസൽമാൻ. മൂസയെ കണ്ടപ്പോ സഹായത്തിന് വിളിച്ചു. മൂസ നബി ചെന്നു, ഇടപെട്ടു, ഒന്ന് കൊടുത്തു, അവൻ തീർന്നു. മൂസാക്ക് പേടിച്ചു. പിറ്റേന്ന് ഇതേ പ്രശ്നക്കാരൻ മുസ്ലിം വേറൊരുത്തനുമായിട്ട്. അങ്ങനെയാണ്. അങ്ങനെ ചില പ്രശ്നക്കാരി സമുദായത്തിലുണ്ട്. അവരെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ മുസൽമാനർക്ക് പറ്റണം. അങ്ങനെയാണ്. അവൻ സഹായിച്ച മൂസ പോയില്ല. അപ്പൊ ഇന്നലെ വന്നിട്ട് ഇന്ന് നീ മാറിക്കളഞ്ഞൂലേ എന്ന് അവന്റെ നാവിന്ന് പുറത്തു വന്നപ്പോഴാ ഇന്നലെ ഞങ്ങളെ ആളെ കൊന്നത് മൂസയാണെന്ന് പുറത്തായത്. അങ്ങനെ പേടിച്ച് മൂസ നാട് വിട്ടുപോയതാ.
10 കൊല്ലം മദീനയിൽ ഷുഐബ് നബിയുടെ മകളെ കല്യാണം കഴിച്ചു. മഹറിന്റെ കാലാവധി തീരും വരെ ആട് മേയിച്ച് 10 കൊല്ലം നാട്ടിലേക്ക് തിരിച്ചു വരിക. 50 വയസ്സായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സീനാപുരത്ത് നുബുവത്ത് കിട്ടുക. ഇത് അബില ഫിറഔന ഇന്നഹു തൊഹ, അതിക്രമം ചെയ്യുന്ന അവന്റെ അടുക്കലേക്ക് പോ എന്ന് അള്ളാഹ്. ഒറ്റക്ക് വെയ്യ, സഹായി വേണം. ഹാറൂനെ ചോദിച്ചു കൊടുത്തു. ഇത് ഹബായില ഫിറഔൻ, രണ്ടുപേരും പോണം. അങ്ങനെയാണ് രണ്ടുപേരും കൂടി നേരെ കൊട്ടാരത്തിലേക്കാ. സംസാരിക്കാൻ ഭയമുള്ള മുസ്ലിം നേതൃത്വം അറിയണം. നാട് വിട്ട് പേടിച്ചിട്ട് നാട് വിട്ടു പോയ മൂസ കരുത്തനായിട്ട് നേരെ കൊട്ടാരത്തിലേക്കാ. ഭരണയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കണം നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും. ഭരണകൂടത്തിന്റെ മുഖത്ത് സംസാരിക്കാൻ കഴിയാത്ത നേതാക്കന്മാരും പണ്ഡിതന്മാരും സമുദായത്തിന് ഭാരമാണ് കൂട്ടരെ. അതുകൊണ്ട് നേരെ കൊട്ടാരത്തിൽ പോയിട്ട് അങ്ങ് സംസാരിക്കാൻ. ആ കൊട്ടാരം ഒറ്റ വർത്തമാനം മതി, ഖുർആന്റെ ഒരൊറ്റ ആയത്ത് മതി യാഥാർത്ഥ്യം മനസ്സിലാക്കി തരാൻ. മൂസാ നബി കൊട്ടാരത്തിൽ ചെന്നിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞ വർത്തമാനം വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പ്രഖ്യാപനത്തിൽ സൂറ ത്വാഹ 47-ാം ഫഅ്തിയാഹു, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ല് അല്ലാഹ് പറഞ്ഞു. ഫഖൂല, എന്നിട്ട് അവനോട് പറയടോ നിങ്ങൾ രണ്ടുപേരും. ഫഖൂല, നിങ്ങൾ പറയണം, ഇന്നാ റസൂല റബ്ബിക, ഞങ്ങൾ രണ്ടുപേരും നിന്റെ റബ്ബ് അയച്ച ദൂതന്മാരാണ്. ഫഅർസിൽ മഅനാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തെ വിട്ടുതരണം. വലാ തുഅദ്ദിബുഹും, ഇനി അവരെ തുടരുത്, അരുതെന്ന് പറയാൻ പറ്റണം ഭരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികൾക്ക്, നയിക്കുന്ന നായകന്മാർക്ക്. അരുത്, തുടരുത്. വലാ തുഅദ്ദിബുഹും, തുടരുത്. ആദ്യം ദിവസം പോയിട്ട് നേരെ പോയിട്ട് മുഖത്തോക്കി പറയാ, അർസിൽ മഅനാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തെ ഞങ്ങൾക്ക് വിട്ടുതരണം. വലാ തുഅദ്ദിബുഹും, നീ അവരെ തുടരുത്, ശിക്ഷിക്കരുത്. അരുതെന്ന് പറയാൻ നാവ് പൊങ്ങാൻ മാത്രം കരുത്തുള്ള ഭീരുത്വം കയ്യൊഴിൽ നേതാക്കന്മാർ എന്ന് നിങ്ങളെ നയിക്കുന്നുവോ, അന്നേ നിങ്ങൾക്ക് മുഹറം 10 അനുസ്മരിക്കാൻ അർഹത ഉണ്ടാവുകയുള്ളൂ എന്ന് ഇന്ത്യൻ മുസൽമാനോട് പറയാൻ നമുക്ക് ആളുകളില്ലാതെ പോയി. അതുകൊണ്ട് മാപ്പുസാക്ഷികളായിട്ട് ഒത്തുനിൽക്കുകയാണ് നമ്മുടെ നേതാക്കന്മാരും ഭരണാധികാരി പണ്ഡിതന്മാരും ഒക്കെ. അവൻ ഉണ്ടാക്കിയ സാമ്രാജ്യം തകരോ, അവിടേക്ക് ഈടി വരുമോ എന്ന് പേടിക്കുന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരും നമ്മളെ നയിക്കുന്ന കാലത്തോളം മുഹറം 10 സുന്നത്ത് നോമ്പേറ്റ് ആലസ്യത ഇരിക്കാനേ നമുക്ക് പറ്റൂ. അതിലപ്പുറത്ത് ഈ വിപ്ലവത്തിന്റെ സാക്ഷാത്കാരം നമ്മിലൂടെ സംഭവിക്കില്ല എന്ന് കൃത്യമായിട്ട് ഖുർആൻ പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ഞങ്ങൾ വന്നത് അള്ളാഹുവിന്റെ ആയത്തുകളുമായിട്ടാ. വടി കാണിച്ചു കൊടുത്തു, കയ്യിൽ വെച്ചിട്ട് കക്ഷത്തിൽ വെച്ചിട്ട് പൊക്കി കാണിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വസ്സലാമു അലാ മനിത്തബൽ ഹുദാ, ഈ ഹിദായത്ത് സ്വീകരിച്ചാൽ നിനക്ക് സമാധാനത്തെ ജീവിക്കാട്ടോന്നാ. ഒരു രാജ്യത്തോട് മുഴുവനായിട്ട് അങ്ങ് പറയാ. ഇതൊരു വ്യക്തിയുള്ള കൊട്ടാരത്തിൽ പറഞ്ഞാൽ നാടറിയും, നിയമസഭയിൽ പറഞ്ഞാൽ നാടറിയുന്നത് പോലെ, പാർലമെന്റിൽ പറഞ്ഞാൽ നാടറിയുന്നത് പോലെ അവിടെ പോയിട്ടാ പറഞ്ഞത്. അങ്ങനെ കരുത്തുള്ള നേതൃത്വം മുസ്ലിം സമൂഹത്തെ നയിക്കുകയും ഈ ചരിത്രത്തിന്റെ ആവേശത്തെ ഈ സമൂഹത്തിലെ അവസാനത്തെ കുട്ടിയും നമ്മുടെ യുവതലമുറയും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ ഇന്ത്യയിൽ മുഹറം 10 വിമോചനം ആവർത്തിക്കും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ദിനമാണ് സഹോദരന്മാരെ ഇന്നേ ദിനം. ആ ചരിത്രത്തെ എത്രയധികം വിശദീകരിച്ചാൽ മതിയാവില്ല. അതിന്റെ ഓരോ പോയിന്റുകളും അതിന്റെ ഓരോ നാഴികക്കല്ലുകളും നമുക്ക് ഇന്ന് വലിയ പാഠങ്ങളാണ്. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ ഒരാവർത്തി ഇനിയും വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം 10 ചരിത്ര യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വിമോചനത്തെ സ്വപ്നം കണ്ട് ആ വിമോചനത്തെ മണ്ണിൽ സാക്ഷാത്കരിക്കാൻ ആദർശത്തിന്റെ കരുത്തിൽ വിപ്ലവ വീരത്തോടെ പ്രവർത്തിക്കുന്ന, സമരോത്സുകരായി പ്രവർത്തിക്കുന്ന നല്ല വിശ്വാസികളും വിശ്വാസിനികളുമായി മാറാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ലൽ ഗഫൂറുർ റഹീം ഫദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി മഅന അയ്യുഹന്നാസ് ഊസിക്കും ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകൾ യഥാവിധി പാലിച്ച് ജീവിക്കാൻ ഉണർത്തുന്നു. ആ വിധിവിലക്കുകൾ പാലിക്കാനും ശീലിക്കാനും അള്ളാഹു നമുക്ക് സന്മനസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അള്ളാഹു നമുക്ക് എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ.
നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم